ഹലോ. എനിക്ക് പറ്റിയൊരു അടുത്തൊരു അബദ്ധത്തിൻ്റെ കഥ പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ ക്യാൻബറയിൽ ബസ് സ്റ്റോപ്പിൽ പോകുമ്പോഴേക്കും ഞങ്ങളുടെ സിറ്റിയിൽ ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അപ്പം അവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ സ്ഥലത്തേക്കും പോകാനുള്ള ബസ് സ്റ്റോപ്പ് പ്ലാറ്റ്ഫോം നമ്പർ 4, 5 എന്നൊക്കെ പറയും. ഇത് കണ്ടോ, ഈ 4 എഴുതിയേക്കുന്നുണ്ട് എൻ്റെ പുറകിൽ. ഞാൻ വിചാരിച്ചു ഈ പ്ലാറ്റ്ഫോം നമ്പർ 4ഉം 2 എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് ഒരു ബസ് സ്റ്റോപ്പ്, അവിടെ കുറേ പ്ലാറ്റ്ഫോം. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ റോഡിൻ്റെ അരികിൽ ഓരോ ബസ് സ്റ്റോപ്പിന് നമ്പർ ഇട്ടിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 2, 3, 4 എന്ന് പറഞ്ഞേക്കുവാണ്. അങ്ങനെയാണ് ഇവിടുത്തെ സംഭവം. പിന്നെ ഇത് കണ്ടോ, ഗ്രീൻ ബസ്സും ബ്ലൂ ബസ്സും കണ്ടോ. ഇത് ക്യാൻബറയിലുള്ള 2 ടൈപ്പ് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ്. അതെന്താണ് അതിൻ്റെ കളർ ഡിഫറൻസ് എന്നറിയോ? അപ്പോൾ ഗ്രീൻ ബസ് സാധാരണ നമ്മുടെ പെട്രോൾ ഡീസലൊക്കെ വെച്ച് ഓടിക്കുന്ന ബസ്സും ബ്ലൂ ബസ് ആക്ച്വലി ഇലക്ട്രിക് ബസ്സുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ആകെ 106 ഇലക്ട്രിക് ബസ്സാണ് ഉള്ളത് കേട്ടോ. ആ 106 ഇലക്ട്രിക് ബസ്സിൽ 60 ഇലക്ട്രിക് ബസ് നമുക്ക് ക്യാൻബറയിലാണ് ഓടുന്നത്. അപ്പോൾ സീറോ എമിഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതേ, ഇലക്ട്രിക് ബസ് കണ്ടോ. ഒരു സൗണ്ട് ഒന്നുമില്ല കേട്ടോ. കുറേ ബസ്സുകളുണ്ട്. അപ്പോൾ ടോട്ടൽ ക്യാൻബറയിൽ 60 ബസ്സസാണുള്ളത്. ഇനിയും അവർ 30 ബസ്സും കൂടെ കൊണ്ടുവന്ന് 2026 ആകുമ്പോഴേക്കും 100 ബസ്സാക്കാനാണ് അവരുടെ പ്ലാന്. അപ്പോൾ ദേ പോണു നമ്മുടെ ഇലക്ട്രിക് ബസ്. എങ്ങനെയുണ്ട്?